സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വാഗ്ബടാനന്ദം എന്ന പേരിൽ വളരെ സവിശേഷമായ ഒരു പ്രഭാഷണ രീതിയാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകമായൊരു വിഷയനിർദ്ദേശത്തെ മുൻനിർത്തിയല്ല ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് കലയും ആനന്ദവും എന്ന ഒരു പൊതുപ്രമേയത്തെ ആധാരമാക്കിയുള്ള ഈ ഫെസ്റ്റിവലിൽ പ്രഭാഷണങ്ങളുടെ ഒരു സവിശേഷ ധാര ഉണ്ടാകണമെന്നും ആ ധാരയെ കേരളം കണ്ട എക്കാലത്തെയും വലിയ പ്രഭാഷകരിൽ ഒരാളായ വാഗ്ഭടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ചേർത്ത് നിർത്തണമെന്നുമാണ് ഇതിൻ്റെ ആസൂത്രണത്തിന് പിന്നിലുള്ള താല്പര്യം എന്നാണ് ഞാൻ കരുതുന്നത്. വാഗ്ഭടാനന്ദം എന്ന സവിശേഷമായ ഒരു പദം അങ്ങനെ കൂടി രൂപപ്പെട്ടതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വാസ്തവത്തിൽ 2-3 ആശയങ്ങൾ അതിൽ കൂടിക്കലർന്ന് കിടപ്പുണ്ട്. ഒന്ന് വാക്ക് എന്നതാണ്, 2 ആനന്ദം എന്നതാണ്, 3 വാഗ്ഭടാനന്ദൻ എന്ന നമ്മുടെ ചരിത്രത്തിലെ വലിയ സാന്നിധ്യങ്ങളിലൊന്നായി തീർന്ന ഒരു നവോത്ഥാന നായകൻ്റെ ഓർമ്മയാണ്. ഇവയെ 3നെയും ചേർത്ത് വച്ച് ഈ ആശയത്തെക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക എന്നതായിരിക്കാം ഒരുപക്ഷെ ഈ ആലോചനയുടെ ഒരു സന്ദർഭം, സാങ്കത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. വാഗ്ഭടാനന്ദൻ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലെ വളരെ സവിശേഷ സ്വഭാവമുള്ള ഒരാളാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമെന്നോ ആഹ്വാനമെന്നോ പറയാവുന്ന വരികളിലേക്ക് നോക്കിയാൽ അഖിലേശനെ സ്മരിപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. സാധാരണ നിലയിൽ അഖിലേശനെ സ്മരിക്കുകയും അനീതിയെ എതിർക്കാനുള്ള ഒരു വഴിയായി അതിനെ കാണുകയും ചെയ്യുക എന്നത് ദൈവഭാവനയോട് അങ്ങനെ ചേർന്നു പോകുന്നൊരാശയമല്ല. അഖിലേശനെ സ്മരിക്കുന്നത് മോക്ഷത്തിനോ ഭക്തിക്കോ ദൈവാന്വേഷണത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ടല്ലാതെ അനീതിയോട് എതിർക്കാനുള്ള ഒരു പ്രേരണയായി അഖിലേശനെക്കുറിച്ചുള്ള സ്മരണയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ചില സന്ദർഭങ്ങളിലൊക്കെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ലിബറേഷൻ തിയോളജി പോലുള്ള ആശയങ്ങളിൽ അതിൻ്റെ വലിയ അനുരണനങ്ങൾ നമുക്ക് കാണാം. നാരായണ ഗുരുവിനെ പോലൊരാൾ ഇതേ നിലയ്ക്ക് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൈവഭാവനയുടെ അടിപ്പടവിൽ സാഹോദര്യം എന്ന ആശയം, സമത്വം എന്ന ആശയം, സോദരത്വേന എന്ന സങ്കല്പം ഒക്കെ ഈ പറയുന്ന താല്പര്യങ്ങളെ പല നിലകളിൽ ഉൾക്കൊണ്ട് പ്രവഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുമെങ്കിലും ഇത്ര നേർക്ക് നേരെ ഈ ആശയം ആവിഷ്കരിക്കപ്പെട്ട മറ്റൊരു സന്ദർഭം കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. അഖിലേശനെ സ്മരിപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന ആശയം. ഇത് ദൈവത്തെ എങ്ങനെ കാണണം, ദൈവഭാവനയെ എങ്ങനെ കാണണം എന്നൊരു ചോദ്യം ഒരുപക്ഷെ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ വാഗ്ഭടാനന്ദന് ശേഷം നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ അത്രയൊന്നും പ്രാബല്യം നേടാതെ പോയ ഒരാശയത്തെ കൂടി അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ദൈവഭാവനയുടെ വലിയ തോതിലുള്ള ഒരു പൊളിച്ചുപണിയലാണ്. വാസ്തവത്തിൽ നാരായണ ഗുരുവിൽ നമുക്കത് മറ്റൊരു നിലയിൽ കാണാൻ കഴിയും. ഗുരു അത് ആത്മാപര ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ ഭാവനയാക്കി മാറ്റി തീർത്തു എന്ന് നമുക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം. ആത്മം ബ്രഹ്മം എന്ന സങ്കല്പത്തിനപ്പുറത്തേക്ക് ആത്മവും അപരവും എന്ന ബന്ധത്തിലേക്കും ആത്മാപരങ്ങൾ തമ്മിലുള്ള അന്യോന്യ ആശ്രിതത്വത്തെക്കുറിച്ചുമുള്ള ആശയങ്ങളിലേക്കുമൊക്കെ ഗുരു ദൈവഭാവനയെ മറ്റൊരു നിലയിൽ വിന്യസിക്കുന്നുണ്ട്. എന്നാൽ ലിബറേഷൻ തിയോളജിയുടെയൊക്കെ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെയൊക്കെ വഴി തുറക്കുന്നതിന് മുമ്പ് തന്നെ ദൈവബോധത്തെ അടിസ്ഥാനപരമായൊരു വിമർശനബോധമാക്കി മാറ്റുകയും സാമൂഹികമായ പരിവർത്തനത്തിനുള്ള ഒരു ആഹ്വാനമായി ദൈവസ്മരണയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന നിലയിൽ വാഗ്ഭടാനന്ദൻ മുമ്പോട്ട് വച്ച ആശയത്തിന് അനന്യതയുണ്ട് എന്ന് തോന്നുന്നു. ആ നിലയിൽ ഈ ആശയം
എൻ്റെ അറിവിൽ കേരളത്തിൽ മറ്റാരെങ്കിലും അങ്ങനെ മുമ്പോട്ട് വച്ചിട്ടില്ല. അനീതിക്കെതിരായ ഒരു സമരമുഖമാണ് ദൈവം എന്ന് കരുതാൻ പോകുന്ന മട്ടിലുള്ള ഒരാശയം. വാഗ്ബടാനന്ദന് ശേഷവും നമുക്ക് നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലോ നമ്മുടെ ദൈവാന്വേഷണങ്ങളുടെ ചരിത്രത്തിലോ ഇങ്ങനെ ഒരു സമരോത്സുകതയെ ദൈവഭാവനയോട് ബന്ധിപ്പിക്കുന്ന ആശയങ്ങൾ ഏറെയൊന്നും കാണാൻ കഴിയില്ല. ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ആശയത്തിന് പ്രസക്തമായ ഒരു ഉണർവ് കൈവരുന്നത് 1960-കളിലും 70-കളിലും ഒക്കെ ആയിട്ട് വികസിച്ചു വന്ന വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വഴിയിലാണ് എന്നിന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാനും പറ്റും. ആ നിലയിൽ വാഗ്ബടാനന്ദൻ മുമ്പോട്ട് വച്ച ഈ ഒരാശയം നമ്മുടെ നവോത്ഥാനത്തിൻ്റെ വളരെ അനന്യമായ ചില അംശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ദൈവം എന്നത്, അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് ഒക്കെ പുതിയൊരു നിലയിൽ ഭാവന ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിട്ടത് മാറിത്തീരുന്നു എന്ന്. ഇപ്പോൾ ആത്മവിദ്യാസംഘം ഉണ്ടാക്കുകയും ആത്മവിദ്യാസംഘത്തിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കും സാമൂഹ്യ അസമത്വങ്ങൾക്കുമെതിരായ വലിയ സമരമുഖങ്ങൾ തുറക്കുകയും ഒരുപക്ഷെ അന്ന് നിലനിന്നിരുന്ന നവോത്ഥാന ശ്രമങ്ങൾക്കും അപ്പുറത്തേക്ക് വളരെ റാഡിക്കൽ എന്ന് വിളിക്കാവുന്ന നിലപാടുകളിലേക്ക് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നു വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘത്തിൽ അദ്ദേഹത്തിന് ധാരാളം അനുയായികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളായി തീർന്നവർ അന്നത്തെ ജാതി പ്രാമാണ്യത്തിനും ജാതി മർദ്ദനത്തിനും എതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അവർക്ക് പലരും താന്താങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിലുകളിൽ തുടർന്ന് പങ്കുചേരാൻ കഴിയാതെ വന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്തുകയും അദ്ദേഹം ഒരു തൊഴിൽ സംഘത്തിന് രൂപം കൊടുക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ വളരെ പ്രസിദ്ധമായി തീർന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 1925 ഒരു നൂറ്റാണ്ടിനപ്പുറം വാഗ്ബടാനന്ദൻ രൂപം നൽകുന്നതിൻ്റെ പിന്നിൽ അങ്ങനെയും ഒരു പ്രേരണയുണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചില പൂർവ്വ സൂചനകളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് ഒരു സന്യാസിയായിരുന്നു, നാരായണ ഗുരുവായിരുന്നു എന്ന് നമുക്കറിയാം. സംഘടന കൊണ്ട് ശക്തരാവുക എന്ന മുദ്രാവാക്യം കേരളത്തിൽ ആദ്യം മുഴങ്ങുന്നതൊരു സന്യാസിയുടെ വാക്കിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഒരു തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായിട്ട് ശുചിത്വം എന്ന ആശയം നിർദ്ദേശിക്കപ്പെടുന്നത് ശിവഗിരി തീർത്ഥാടനത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. തീർത്ഥാടനത്തിൻ്റെ ദിവസം നിശ്ചയിക്കാനുള്ള ആവശ്യത്തോട് നാരായണ ഗുരു പ്രതികരിക്കുന്നത് ജനുവരി 1-ാം തീയതി ആവട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഈ മുഹൂർത്ത നിർണയനത്തിൻ്റെ ഒക്കെ പരമ്പരാഗത രീതികളെ സമ്പൂർണമായി നിരാകരിക്കുന്ന രീതിയിൽ ഗുരു മുഹൂർത്തം എന്ന ആശയത്തെ തന്നെ മാറ്റുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ, ഒരുപക്ഷെ അതിനോടിൻ്റെ തുടർച്ചയുള്ളതും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തവുമായ ചില ഊന്നലുകൾ ഞാൻ ഈ പറഞ്ഞ അനീതിയോട് എതിർപ്പിനെന്ന ആശയത്തിലും അതുപോലെ തൊഴിൽ കൂട്ടായ്മകളുടെ രൂപീകരണത്തിലും അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ലളിതമായിട്ട് പറഞ്ഞാൽ ആധുനികമായ ഒരു മനുഷ്യ സമൂഹ രൂപീകരണത്തിന് ഉപയുക്തമായ ഒരാശയമായി ദൈവഭാവനയെയും അത് മുന്നോട്ട് വയ്ക്കുന്ന അധ്യാത്മ സങ്കല്പങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുമോ എന്ന ആലോചനയാണ്, അതിനുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ആധുനികമായ മനുഷ്യാവസ്ഥയിലേക്ക് മനുഷ്യവംശത്തെ കൊണ്ടുപോകാനുള്ള ഒരു പ്രേരണയായി ദൈവഭാവനയെ രൂപാന്തരപ്പെടുത്താൻ പറ്റുമോ എന്ന ഒരു ചോദ്യം. ഇത് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ, മതത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ, അവയെ എങ്ങനെ മനസ്സിലാക്കണമെന്ന ആശയത്തെ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഒരു നിലയിൽ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം ദൈവം എന്ന ഒരു അമൂർത്തമായ സങ്കല്പത്തെ എങ്ങനെയാണ് മനുഷ്യർ ഉൾക്കൊള്ളുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സാമാന്യേന ഒറ്റ വാക്കായിട്ട് ഇത് പറയുമെങ്കിലും ഇതൊറ്റ വാക്കായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമോ മനുഷ്യവംശം ഒറ്റ വാക്കായി മനസ്സിലാക്കിയ ഒരു കാര്യമോ അല്ല. മതങ്ങളോട് ബന്ധപ്പെടുത്തി ദൈവത്തെ മനസ്സിലാക്കുന്ന രീതിയുണ്ട്. മതങ്ങൾക്ക് പുറത്ത് കേവലാരാധനകൾ എന്ന പോലെ ദൈവഭാവനയുടെ പ്രാഗ്രൂപങ്ങളൊക്കെ നിലനിന്നു പോന്നിട്ടുണ്ട്.
മതാതീതമായി ദൈവത്തെ മനസ്സിലാക്കാനുള്ള പലതരം ശ്രമങ്ങളും ഉണ്ട്. ഇവയൊക്കെ തമ്മിൽ കൂടിക്കലർന്ന് നിൽക്കുന്ന വളരെ അവ്യക്തമായിട്ടുള്ള ചില സന്ദർഭങ്ങൾക്കകത്ത് വെച്ചാണ് ഈ ആധുനികതയോട് ദൈവത്തെയോ മതത്തെയോ ചേർത്ത് വെക്കാനുള്ള ശ്രമങ്ങളും, അത് ഇവിടെ നേരത്തെ തുടക്കത്തിൽ അജയൻ സൂചിപ്പിച്ച ആനന്ദമെന്ന അനുഭവവുമായി അതിനുള്ള ബന്ധവുമെന്ത് തുടങ്ങിയ ആലോചനകളിലേക്ക് കടക്കാൻ കഴിയുക. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, വാസ്തവത്തിൽ മനുഷ്യർ മതത്തെയോ മതത്തിലൂടെ ദൈവാനുഭവത്തെയോ ഒക്കെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഏകമാനമായ ഒന്നല്ല എന്ന കാര്യം നാം ആദ്യമേ അറിയേണ്ടതുണ്ട്. മതമെന്ന് പറയുന്നതോ ആ മതത്തിനകത്തെ ദൈവസങ്കല്പങ്ങളോ ഒന്നും ഏകമാനമല്ല. ഞാൻ മതത്തിനകത്തേ ദൈവസങ്കല്പം ഉള്ളൂ എന്നൊരർത്ഥത്തിലല്ല പറയുന്നത്. മതാതീതമായിട്ടും മതത്തിന് പുറത്തും ദൈവത്തെ കാണാനായിട്ട് കഴിയും. ഇപ്പം കേരളത്തിൽ അങ്ങനെ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്ത്യയിൽ അത്തരം പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവരഹിതമായി മതത്തെ കാണാനുള്ള അല്ലെങ്കിൽ മതത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബുദ്ധമതത്തിനകത്തൊക്കെ ഒരു ദൈവരഹിതമായ മതം എന്ന ആശയവും നമുക്ക് ബുദ്ധമതത്തിനുള്ളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എങ്കിലും സാമാന്യേന പറഞ്ഞാൽ മതം എന്ന് പറയുന്നത് ദൈവഭാവനയോട് വളരെ കൂടുതൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ലോകത്തെ ദൈവവിശ്വാസികളായ മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ദൈവസങ്കല്പങ്ങൾ ഏതെങ്കിലുമൊക്കെ മതഭാവനകളുടെ കൂടി ഭാഗമായിട്ടാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മതത്തെ എങ്ങനെ മനസ്സിലാക്കണം, ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നത് കുറെ കൂടി സൂക്ഷ്മത ആവശ്യമുള്ള ഒരു ചോദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, മതമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു ശില്പം പോലെ സുനിശ്ചിതമായ ഒരർത്ഥം പ്രദാനം ചെയ്യുന്ന ഒരു സംഗതിയൊന്നും അല്ല. മതത്തിന് ധാരാളം സവിശേഷ തലങ്ങളുണ്ട്. ആ തലങ്ങൾക്ക് അവയുടേതായ പ്രത്യേക പ്രവർത്തന ക്രമങ്ങളുണ്ട്. ഓരോന്നും ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾക്ക് ഓരോ തരത്തിലുള്ള സ്വഭാവവും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ മതത്തിന് 4-5 വ്യത്യസ്ത പ്രതലങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റും. അതിൽ ദൈവശാസ്ത്രപരമെന്ന് വിളിക്കാവുന്ന ഒരു തലമുണ്ട്, അഥവാ മതങ്ങളുടെ ദൈവദർശനം, മതങ്ങളുടെ തത്വചിന്ത എന്നൊക്കെ പറയാവുന്ന ദൈവശാസ്ത്രപരമായ ഒരു തലം മതങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം മതങ്ങളിൽ മഹാഭൂരിപക്ഷം മനുഷ്യരും ഉൾച്ചേരുന്നത് മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ ബന്ധപ്പെടുത്തിയാണ് എന്ന് നമുക്ക് കാണാം. മൂന്നാമതൊന്ന്, മതജീവിതത്തിൻ്റെ നടത്തിപ്പുകാരെന്നും മതത്തിൻ്റെ സ്ഥാപന സംവിധാനങ്ങളുടെ കൈകാര്യകർത്താക്കൾ എന്നുമൊക്കെ പറയാവുന്ന പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് മതത്തിന് കൈവരുന്ന മറ്റൊരു പ്രതലമാണ്. ഈ പ്രതലങ്ങളിലൊക്കെ മതവിശ്വാസികൾ ജീവിക്കുന്നുണ്ട്. ചിലർ വെറും ആരാധനയുടെയും അനുഷ്ഠാനത്തിൻ്റെയും തലത്തിൽ തങ്ങളുടെ മതത്തെയും ദൈവഭാവനയെയും കാണുന്നു. മറ്റു ചിലരാകട്ടെ ദാർശനികമായ തത്വവിചാരത്തിലേക്ക് ചുരുക്കം ചിലരെങ്കിലും ദൈവഭാവനയെ കൊണ്ടുപോകുന്നു. പൗരോഹിത്യമാകട്ടെ മതദൈവഭാവനയുടെ ദൈനംദിന നടത്തിപ്പുകാരെന്ന നിലയിൽ അതിൻ്റെ പ്രായോഗിക നിർവഹണത്തിൻ്റെ വക്താക്കളായിത്തീരുന്നു. ഇങ്ങനെയൊക്കെ ദൈവത്തോടും മതത്തോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതികളുണ്ട്. ഒരുപക്ഷെ ഒരു ആധുനിക സമൂഹത്തിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദൈവഭാവനയെയും മതഭാവനയെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം നടന്നത് മതങ്ങളെ ഇത്തരത്തിലുള്ള അവയുടെ ഉള്ളടക്കത്തിൽ നിന്ന് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ ഉള്ളടക്കങ്ങളെക്കാൾ പ്രധാനമായി മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ധാർമ്മിക മൂല്യ സങ്കല്പത്തെ, അവയുടെ നൈതികമെന്ന് വിളിക്കാവുന്ന ഒരു ഉള്ളടക്കത്തെ പ്രധാനമാക്കാൻ പറ്റുമോ എന്നൊരു പരിശോധനയാണ്. ഒരുപക്ഷെ ഇത് നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യങ്ങളിൽ ഒന്നായിരുന്നു. ഓരോ മതത്തെയും അതിൻ്റെ കാതലായ ഒരു നൈതിക പ്രമാണമാക്കാൻ കഴിയുമോ എന്ന ചോദ്യം. അതായത് ക്രിസ്തുമതം സ്നേഹമെന്ന് പറയുകയും ഈ സ്നേഹം സാർവത്രികമായ ഒരു അനുഭൂതിയാണ് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നതോടെ മതത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന ഒരു ചോദ്യം. അവിടെ മതത്തിൻ്റെ അതിർത്തികൾക്ക് എന്ത് സംഭവിക്കുന്നു? ഇതിപ്പോൾ ഒരു മതത്തിന് മാത്രമല്ല. ഇപ്പോൾ മൈത്രി എന്ന് ബുദ്ധമതം പറയുന്നു, അല്ലെങ്കിൽ കരുണ എന്ന് ബുദ്ധമതം പറയുന്നു, സാഹോദര്യമെന്ന് ഇസ്ലാം പറയുന്നു, ഏകം എന്ന് അദ്വൈത വേദാന്തം പറയുന്നു. ഇങ്ങനെ മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന നൈതിക പ്രമാണങ്ങളെ മതത്തിൻ്റെ കേന്ദ്രാനുഭവമായി സങ്കല്പിക്കാനും അതിനെ അനുഭവിക്കാനും ഒരാൾ സന്നദ്ധനായാൽ
ആ മതത്തിന് എന്താണ്, അങ്ങനെ വരുമ്പോൾ മതത്തിൻ്റെ പ്രകൃതത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇത് മതത്തെ സംബന്ധിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രമേയത്തെ സംബന്ധിക്കുന്ന ഗൗരവമുള്ള ഒരു ചോദ്യമായിട്ട് മാറുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതായത് സാർവത്രികമെന്ന് വിളിക്കാവുന്നതോ സാർവലൗകികമെന്ന് വിളിക്കാവുന്നതോ ആയ ചില മൂല്യങ്ങളിലേക്കോ അനുഭൂതികളിലേക്കോ മതത്തെയും ദൈവഭാവനയെയും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ ദൈവഭാവനയുടെ ഉള്ളിൽ വാസ്തവത്തിൽ കല വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ ഒരു തലം നിലനിൽക്കുന്നില്ലേ എന്ന ചോദ്യം ഒരുപക്ഷെ ചോദിക്കാൻ പറ്റും. ഞാനിത് വാഗ്ബടാനന്ദനെ മുൻനിർത്തി ഇങ്ങനെ ഈ ഒരു ആശയം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ദൈവം എന്ന് പറയുന്നത് അനീതിയെ എതിർക്കാനുള്ള ഒരു പ്രേരണയാകണം എന്ന് പ്രത്യക്ഷമായി ആഹ്വാനം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വാഗ്ബടാനന്ദൻ എന്നതുകൊണ്ടാണ്. അത് നീതി എന്ന ആശയത്തെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ ചേർത്ത് വെച്ച് ആലോചിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, എന്തിനെയാണ് നമ്മളിവിടെ നീതി എന്ന് പറയുന്നത്? ഒരുപക്ഷെ നീതി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വിപുലമായ ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഏറ്റവും വ്യാപ്തിയുള്ള അതിൻ്റെ ഒരു വിശദീകരണം അത് അപരത്തെക്കുറിച്ചുള്ള ഒരു കരുതലാണ്, അപരത്തെക്കുറിച്ചുള്ള തീരാത്ത ഉത്കണ്ഠയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൺസേൺ ഫോർ ദ അതർ എന്നൊരാശയം നീതിയെ മുൻനിർത്തി ധാരാളമായിട്ട് പറയാറുണ്ട്. അപ്പം നീതിയെ മുൻനിർത്തുന്ന ഈ ഒരു ഉത്കണ്ഠയിലേക്ക് മതാനുഭവത്തെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഒരേ ഒരു സാധ്യത ഞാൻ ഈ നേരത്തെ പറഞ്ഞ മതങ്ങളുടെ, അല്ലെങ്കിൽ മതങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായി സങ്കല്പിക്കപ്പെടുന്ന ഈ നൈതിക പ്രമാണങ്ങളിലേക്ക് മതാനുഭൂതിയെ എത്തിക്കാൻ കഴിയുമോ? ആചാരങ്ങൾക്കപ്പുറം, ദൈവശാസ്ത്രങ്ങൾക്കപ്പുറം, പൗരോഹിത്യത്തിനപ്പുറം, അല്ലെങ്കിൽ ആധുനിക കാലത്ത് മതങ്ങൾക്ക് കൈവന്ന സ്ഥാപന രൂപങ്ങൾക്കപ്പുറം. സ്ഥാപന രൂപം എന്ന് ഞാൻ പറയുന്നത് ഇപ്പം ആശുപത്രികളാകാം, വിദ്യാലയങ്ങളാകാം, അങ്ങനെയുള്ള പല സംവിധാനങ്ങളും മതങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതെല്ലാം ദൈവിക പ്രവർത്തനങ്ങളുടെ പലമാതിരിയുള്ള ആവിഷ്കാരങ്ങളാണെന്ന് മതങ്ങൾ സ്വയം കരുതുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട് ചരിത്രപരമായിട്ട്. ഇപ്പോൾ ആധുനികതയ്ക്ക് മുമ്പ് മതങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങളുമായി നേർക്കുനേരെ ബന്ധപ്പെട്ടിരുന്നത് പൊതുവെ പറഞ്ഞാൽ രാജാധികാരത്തോടും അല്ലെങ്കിൽ പ്രഭു അധികാരങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ട നിലയിലാണ്. രാജാധികാരവും പ്രഭു അധികാരവും നാടുവാഴ്ത്ത അധികാരവും ഒക്കെ ദുർബലമാവുകയും രാഷ്ട്രങ്ങൾ ജനാധിപത്യപരമായ ജനാധികാരം എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതോടെ മതങ്ങളുടെ സാമൂഹിക ജീവിതത്തിന് മറ്റൊരു വിധാനം ആവശ്യമായി വരുന്നു എന്ന ഘട്ടത്തിൽ കൂടിയാണ് പൊതുവായ സെക്കുലർ സ്ഥാപനങ്ങളിലേക്ക് മതജീവിതം കടന്നു വരുന്നത്. അങ്ങനെയാണ് ആശുപത്രികളും പള്ളിക്കൂടങ്ങളും അതുപോലുള്ള മറ്റ് നിരവധി സ്ഥാപനങ്ങളും മതജീവിതവുമായി കെട്ടുപിണയുന്നത് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ മതത്തെ അറിയുന്നതിന് പകരം മതം വാഗ്ദാനം ചെയ്യുന്നതായി കരുതപ്പെടുന്ന ഒരു കേവല മൂല്യത്തിലേക്ക് മതത്തെ കൊണ്ടുവരാൻ പറ്റുമോ? സ്നേഹാനുഭവത്തിലേക്ക് മതത്തെ കൊണ്ടുവരാൻ പറ്റുമോ? സ്നേഹാനുഭവത്തിലേക്ക് മതത്തെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന ചോദ്യം ചോദിച്ചാൽ, ഒരുപക്ഷെ ഡെസ്റ്റോവ്സ്കി അദ്ദേഹത്തിൻ്റെ കാരമസോവ് സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്യം, ക്രിസ്തു സദൃശ്യമായ സ്നേഹം സാധ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലെ അലോഷി എന്ന കഥാപാത്രത്തെ നിർമ്മിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത്. ക്രൈസ്റ്റ് ലൈക്ക് ലവ്, അത് പോസിബിൾ ആണോ? എന്താണ് ക്രിസ്തു സദൃശ്യമായ സ്നേഹം? അത് ജദു കൃഷ്ണമൂർത്തി പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് ഐ ലവ് യു ഓൺലി ബിക്കോസ് യു ലവ് മീ, ഇറ്റ് ഡസൻ കോൺസ്റ്റിറ്റ്യൂട്ട് റിയൽ ലവ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥമായ സ്നേഹമല്ല, അത് നിരുപാധികമല്ല എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ട്രേഡ്സ്മെൻ. അതൊരു കച്ചവടത്തിൻ്റെ ഭാഷയാണ്. കച്ചവടത്തിൻ്റെ ഭാഷ എന്നുള്ളത് പഴയ നിയമത്തിൽ അല്ല, പുതിയ നിയമത്തിൽ നമ്മൾ വേറൊരു പ്രയോഗമായിട്ട് കാണുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നതിൽ എന്താണ് അർത്ഥം? അത് ചുങ്കക്കാരും ചെയ്യുന്നില്ലയോ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കാം. അപ്പൊ സ്നേഹം കൊടുത്ത് സ്നേഹം പകരം വാങ്ങുന്ന സ്നേഹത്തിന് പകരം നിരുപാധികമായി സ്നേഹിക്കുക എന്നത് ക്രിസ്തുമതം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സ്നേഹസങ്കല്പമാണ്. അതാണ് ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള ആശയമായിത്തീരുന്നത്. അവിടെ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല, മറ്റെന്തെങ്കിലും തിരിച്ചു കിട്ടുന്നില്ല, സാർവത്രികമായി തീരുന്ന ഒരു സ്നേഹമായി അത് മാറുന്നു. ഇത്തരത്തിലുള്ള സാർവത്രികമായ സ്നേഹം, അപ്പുറത്തുനിന്ന് എന്താണ് കിട്ടുന്നത് എന്നതിനെ പരിഗണിക്കാത്ത
നിരുപാധികമായ സ്നേഹമാണ് ക്രൈസ്തവതയുടെ കാതൽ എന്ന് സങ്കല്പിക്കുകയും അത്തരമൊരു ക്രൈസ്തവമായ സ്നേഹാനുഭവം മനുഷ്യർക്കിടയിൽ സാധ്യമാകുമോ എന്ന് ആരായാനായി ലോകത്ത് മനുഷ്യവംശം ഇക്കാലം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു നോവൽ എഴുതുകയും ചെയ്യുകയാണ് ഡെസ്റ്റോവ്സ്കി ചെയ്യുന്നത്. ഡെസ്റ്റോവ്സ്കിയെ കുറിച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, 19-ാം നൂറ്റാണ്ടിൽ പിശാചിനെ കണ്ട ഒരാൾ കൂടിയാണ് ഡെസ്റ്റോവ്സ്കി. അദ്ദേഹം ദൈവത്തെ മാത്രമല്ല പിശാചിനെയും കണ്ട ഒരു എഴുത്തുകാരനാണ്. അപ്പൊ ഇവിടെ എഴുത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനിതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയാണ്. അതായത് മതാനുഭൂതി ദൈവാനുഭൂതി എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പ്രതലത്തിൽ ഇപ്പോൾ കസാൻസാക്കിസിന്റെ ഒരു നോവലില് അദ്ദേഹത്തിൻ്റെ ഒരു നായകൻ ഇങ്ങനെ ദൈവത്തെ തേടി അലഞ്ഞു തിരിയുകയും പലയിടങ്ങളിലായി ദൈവത്തെ കാണാൻ ശ്രമിക്കുകയും എവിടെയും കാണാൻ പറ്റാതാവുകയും അവസാനം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ആ വൃക്ഷത്തോട് നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നായകനുണ്ട്. നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയൂ എന്ന് ഈ മരത്തോട് അഭ്യർത്ഥിക്കുന്ന ഈ കസാൻസാക്കിസിന്റെ നായകന് മുമ്പിൽ കസാൻസാക്കിസ് പിന്നെ എഴുതുന്നത് അപ്പോൾ ആ മരത്തിൽ നിറയെ പൂക്കൾ വിടർന്നു എന്നാണ്. ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ച് എഴുതാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹാരിതയുള്ള ഒരു വാക്യം അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ദൈവവിശ്വാസിയായ ഒരാളല്ല, പക്ഷെ ദൈവം എന്ന സങ്കല്പത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ അതിൻ്റെ ഒരു പൂർണ്ണതയോളം എത്തിയ ഒരു ആവിഷ്കാരമായിട്ട് എനിക്ക് ആ വാക്യത്തെക്കുറിച്ച് തോന്നിയിരുന്നു. അതിൻ്റെ അതിഭൗതികതയൊക്കെ നിലനിൽക്കെ തന്നെ അപ്പോൾ ആ മരത്തിൽ നിറയെ പൂക്കൾ വിടർന്നു എന്ന വരി, അല്ലെങ്കിൽ ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന നോവലില് ദൈവത്തെ തേടിയുള്ള ഈ അന്വേഷണങ്ങളുടെ അവസാനമില്ലാത്ത അന്വേഷണങ്ങളുടെ ഒടുവിൽ ഒരു നദീതീരത്ത് ചെന്നിരിക്കുകയും ആ നദീതീരത്തിരുന്ന് നദിയിലെ ഓളപ്പരപ്പുകളെ ഇങ്ങനെ കാണുകയും ജലത്തിൻ്റെ നിത്യപ്രവാഹത്തെ കാണുകയും അതിൽ നിന്ന് അന്തിമമായി ദൈവാനുഭവം കൈവരിക്കുകയും ചെയ്യുന്ന ഒരു നായകനെ ഹെർമൻ ഹെസ്സെ എഴുതുന്നുണ്ട്. ഇവിടെയൊക്കെ ദൈവം എന്ന സങ്കല്പത്തിൻ്റെ പൊരുൾ എന്താണ്? അവിടെ ദൈവം എന്ന സങ്കല്പത്തിന് തിരിച്ച് കലയ്ക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നത് അവിടെ കലയുടെയും ദൈവത്തിൻ്റെയും ഒരു ചേർച്ച വരുന്നത് അത് തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സംക്രമിക്കാനുള്ള സാർവലൗകികമായ ഒരു അനുഭവ മൂല്യത്തിലേക്ക് സ്വയം പരിഭാഷപ്പെടാനുള്ള മനുഷ്യരുടെ സാധ്യതയാണ് അതിലുള്ളത് എന്നാണ്. വാസ്തവത്തിൽ നീതി എന്ന ആശയത്തിന്റെ കാതൽ ഇങ്ങനെ തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സംക്രമിക്കാനുള്ള ഒരാളുടെ സന്നദ്ധതയോ ശേഷിയോ ഒക്കെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നാരായണ ഗുരു അതിനെ അനുകമ്പ എന്ന് വിളിക്കുന്നു. അരുളൻപ അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ്, ഇത് ജീവതാരകം എന്ന് അദ്ദേഹം പറയുമെങ്കിലും അദ്ദേഹം കവിതയ്ക്കിട്ട പേര് അനുകമ്പാ ദശകം എന്നാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അരുൾ എന്ന് പറയുന്നത് പ്രാപഞ്ചികമായ ഉണ്മയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഉണ്മയെക്കുറിച്ചുള്ള അന്തിമമായ ചില ബോധ്യങ്ങളെ, പ്രപഞ്ചാസ്തിത്വത്തെക്കുറിച്ചും യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള അന്തിമമായ അറിവാണ് അരുൾ എങ്കിൽ, മറ്റൊരാളോട് നമുക്ക് തോന്നുന്ന സഹഭാവമാണ് സ്നേഹം എങ്കിൽ, അൻപ് എങ്കിൽ, അനുകമ്പ എന്നത് മുനിനാരായണ പ്രസാദ് അതിനെക്കുറിച്ച് പറയുമ്പോൾ കൗതുകമുള്ള ഒരു വിശദീകരണം പറയുന്നുണ്ട്. അനുകമ്പ എന്നതിൻ്റെ പ്രത്യേകത അത് മറ്റൊരാളുടെ വേദനയിൽ വേദനിക്കാനുള്ള തൻ്റെ ശേഷിയാണ് എന്നാണ്. അപ്പം അദ്ദേഹം പറയുന്നത് അരുള് എന്ന് പറയുന്നത് അമൂർത്തവും പ്രാപഞ്ചികവുമായ ഒരു ബോധ്യമാണ്, അത് അമൂർത്തമാണ്. അൻപാകട്ടെ തനിക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹമാണ്, ആ സ്നേഹത്തിൻ്റെ കേന്ദ്രം താൻ തന്നെയാണ്. അനുകമ്പയുടെ സവിശേഷത അതിൻ്റെ കേന്ദ്രം താനല്ല, അത് താനല്ലാത്ത ഒരാളുടെ വേദനയിൽ താൻ കൂടി വേദനിക്കലാണ്. അങ്ങനെ തന്നെ തന്നിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു തലം വാസ്തവത്തിൽ അനുകമ്പയിലുണ്ട് എന്ന് നാരായണപ്രസാദ് അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വാസ്തവത്തിൽ നീതി എന്ന ആശയത്തിൽ ഈ ഒരു ഘടകം കിടപ്പുണ്ട്. തന്നെ തന്നിൽ നിന്ന് മോചിപ്പിക്കുകയും താനല്ലാത്തതിലേക്ക് സംക്രമിക്കുകയും താനല്ലാത്തതിനെ എത്രത്തോളം തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു അത്രത്തോളം നീതി എന്ന ആശയം പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ മതങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ നൈതിക മൂല്യങ്ങൾക്ക്, അത് സ്നേഹമാകട്ടെ, കാരുണ്യമാകട്ടെ, മൈത്രിയാകട്ടെ, സാഹോദര്യമാകട്ടെ, ഇവയ്ക്ക് മാത്രമാണ് വാസ്തവത്തിൽ മനുഷ്യവംശത്തിൻ്റെ ആധുനികമായൊരു നിലനിൽപ്പിനോട് അർത്ഥപൂർണമായി സംവദിക്കാൻ കഴിയുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആധുനികമായ മാനുഷിക അസ്തിത്വത്തിൽ മാനുഷികമായ സാഹോദര്യത്തെ, സമഭാവനയെ, സാർവലൗകികതയെ ഒക്കെ
ഉൾക്കൊള്ളാനുള്ള മതത്തിൻ്റെ ഒരേ ഒരു സാധ്യത വാസ്തവത്തിൽ ഈ നൈതികമെന്ന് വിളിക്കാവുന്ന മൂല്യമണ്ഡലമാണ്. ആ മൂല്യമണ്ഡലത്തിലേക്ക് മതത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മതം അതിൽ തന്നെ ഒരു നൈതികാവിഷ്കാരമായി തീരുന്നു. മതം തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്കുള്ള തൻ്റെ നിത്യമായ നിരന്തരമായ സഞ്ചാരമായി തീരുന്നു. അങ്ങനെ തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയെ മതം നിലനിർത്തുന്നു എന്നതാണ് ഒരുപക്ഷെ മതത്തിന് ഒരു കൈവരാവുന്ന മികവുറ്റ ഒരു ജീവിത സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ജീവിത സാധ്യതയിൽ മതം നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നൊന്നുമില്ല. ഞാനിതാണ് മതം എന്ന് പറഞ്ഞുറപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയുടെ തലം അതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ ഒരു തലത്തിൽ മതാനുഭവത്തെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ മതാനുഭവത്തിൻ്റെ വിപുലമായ ഒരു താല്പര്യമായി നീതി എന്ന ഒരംശം ഉയർന്നു വരികയും ആ നൈതികത മതജീവിതത്തിൻ്റെ ആചാരപരതയെ, മതജീവിതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ അംശങ്ങളെ, മതജീവിതത്തിൻ്റെ സ്ഥാപന സ്വരൂപങ്ങളെ, അതിൻ്റെ പൗരോഹിത്യപരമായ ഉള്ളടക്കങ്ങളെ ഒക്കെ മറികടക്കുകയും നീതിയെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് അഖിലേശനെ സ്മരിക്കുന്നത് അനീതിയോട് എതിർക്കാനുള്ള പ്രേരണയായിത്തീരുന്നത് നിങ്ങൾ ദൈവഭാവനയെ അതിനാകാവുന്നത്ര വലിപ്പത്തിലേക്ക് വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ വാഗ്ബടാനന്ദൻ നൽകുന്ന ആശയത്തിൽ ഇങ്ങനെ ഒരു അംശമുണ്ട് എന്ന് വേണമെങ്കിൽ കാണാം. അങ്ങനെ മതത്തെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. കാണാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഗുരുവിൽ നിങ്ങൾക്കത് കാണാം. ഗാന്ധിയുടെ മതദർശനത്തിനുള്ളിൽ നമുക്കിത് വേറൊരു നിലയിൽ കാണാനായിട്ട് നിശ്ചയമായിട്ടും കഴിയും. അങ്ങനെ ഞാൻ പേരറിയുന്ന ആളുകളെ കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. പേരറിയാത്ത മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൽ മതത്തെ ഇങ്ങനെ സാക്ഷാത്കരിച്ചിരിക്കാൻ ഇടയുണ്ട്. പക്ഷെ നിശ്ചയമായും മതജീവിതത്തിൻ്റെ വളരെ ചെറിയ, വളരെ വളരെ ഇടുങ്ങിയ ഒരു തലത്തിൽ ചുരുക്കം പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് മതത്തിൻ്റെ ഈ നൈതിക മാനത്തെ മുൻനിർത്തി മതജീവിതത്തെ സാക്ഷാത്കരിക്കാനുള്ള സാധ്യത എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഈ ഒരു സാധ്യതയുണ്ട്. ഈ സാധ്യതയാണ് ഒരു പക്ഷേ മതങ്ങളുടെ ജീവിതത്തിന്, അല്ലെങ്കിൽ ആ മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ദൈവഭാവനയ്ക്ക് ഒരു ആധുനികമായ ഒരു അസ്തിത്വം നൽകാൻ കെൽപ്പുള്ള ഒരേ ഒരു ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് ഘടകങ്ങൾക്ക് ആധുനികമായ ജീവിതം ഇല്ല എന്നല്ല. ഇപ്പം ആശുപത്രികളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, അല്ലെങ്കിൽ ചിട്ടി കമ്പനി വരെ ഉണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ പേരിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആധുനികതയുടെ ഒരു അടിസ്ഥാന മൂല്യത്തെയാണോ അത് പ്രകാശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം. ഇപ്പം ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഇർഫാൻ ഹബീബ് പറയുന്ന ഒരു കാര്യം, പാരമ്പര്യത്തിൻ്റെ പരിവേഷത്തിനുള്ളിൽ ആധുനികതയുടെ മൂല്യങ്ങളെ അവതരിപ്പിക്കുകയാണ് ഗാന്ധിജി ചെയ്തത് എന്ന് ഇർഫാൻ പറയുന്നുണ്ട്. കേരളീയരെ സംബന്ധിച്ച് ആ കാര്യം മനസ്സിലാക്കാൻ കൂടുതൽ ഉപയുക്തമായത്, ഗാന്ധിയെക്കാളൊക്കെ ഉപയുക്തമായ ഒരാൾ നാരായണ ഗുരുവാണ്. ഗുരു പാരമ്പര്യത്തിൻ്റെ പരിവേഷത്തിനുള്ളിൽ ആധുനികതയുടെ മൂല്യങ്ങളാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ടൊരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തുകയും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് എഴുതുകയും ചെയ്യുന്നു. ഈ സോദരത്വേന എന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ ദൈവഭാവനയിൽ അങ്ങനെ വേറുള്ളൊരാശയമല്ല. നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ ദൈവഭാവനയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ സാഹോദര്യം എന്നതിനെ ഒരടിസ്ഥാന മൂല്യമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്രമം കാണാൻ പറ്റില്ല. ഒരുപക്ഷെ മൈത്രി എന്ന സങ്കല്പത്തിൽ അതിൻ്റെ മറ്റൊരു പ്രതലത്തെ കണ്ടെടുക്കാനായിട്ട് അംബേദ്കർ പിൽക്കാലത്ത് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പൊതുവെ പറഞ്ഞാൽ ഇന്ത്യയിലെ ദൈവസങ്കല്പങ്ങളൊക്കെ സാമൂഹികമായ ശ്രേണികളെയും തട്ടുതിരിവുകളെയും അവയ്ക്ക് ഓരോന്നിനും അതാതിൻ്റെ ജീവിതക്രമങ്ങളെയും ഒക്കെ നിർദ്ദേശിച്ചുകൊണ്ടും അവയെ പറഞ്ഞുറപ്പിച്ചുകൊണ്ടുമാണ് മുന്നേറിയത്. അതിനൊക്കെ അപ്പുറത്തേക്ക് സാഹോദര്യം എന്ന മൂല്യത്തെ ഈ പറയുന്ന ദൈവഭാവനയുടെ കേന്ദ്രത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ദൈവം, ദേവാലയം എന്നൊരാശയം വരുന്നു. ഇത് ദൈവത്തെ ആധുനികതയോട് ചേർത്ത് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മനുഷ്യർ തുല്യരാണ് എന്നതിലാണ് ഈ സാഹോദര്യം എന്ന ആശയത്തിനുള്ളത്. അത് ഇന്ത്യയിലാകട്ടെ ഇന്ത്യക്ക് പുറത്താകട്ടെ ജാതി വ്യവസ്ഥ ഇല്ല എന്നുള്ളത് കൊണ്ട് സാഹോദര്യം യൂറോപ്പിൻ്റെ ഒരു അടിസ്ഥാന അനുഭവമായിരുന്നില്ല. പ്രഭുക്കന്മാര്, രാജാക്കന്മാര്, പുരോഹിതന്മാര്, സാധാരണ മനുഷ്യര്, തൊഴിലാളികള്, ഇങ്ങനെ പല അടിമകള്, ഇങ്ങനെ പല തട്ടുകൾ അവിടെയും ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും സ്ത്രീകള്,
ഇവരെല്ലാം വ്യത്യസ്തരാണെന്നും ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളാണ് ഉള്ളതെന്നും ഒരു കൂട്ടരുടെ അവകാശം മറ്റൊരു കൂട്ടർ ഒരു നിലയ്ക്കും കൈയാളാൻ പാടില്ല എന്നുമുള്ള തരംതിരിവുകൾ പാശ്ചാത്യ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് സഹജമായ ഒരു സാഹോദര്യ ഭാവന ആധുനികതയ്ക്ക് മുമ്പ് യൂറോപ്പിനെ സംബന്ധിച്ചുമില്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടുമേയില്ല. ജാതി സാഹോദര്യം എന്ന ആശയത്തിന്റെ സമ്പൂർണ്ണ നിരാകരണമാണ് ജാതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാഹോദര്യം എന്നൊരാശയത്തെ ദൈവഭാവനയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ഈ സാഹോദര്യത്തിന്റെ അനുഭവസ്ഥാനമായിട്ട് അനുകമ്പയെ മാറ്റുകയും ചെയ്യുന്ന ഒരു ദൈവസങ്കല്പത്തിൽ വാസ്തവത്തിൽ കലയുടെ വിപുലമായ ഒരു ലോകമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആശയം പറഞ്ഞു വന്നത്. എന്താണ് കല ചെയ്യുന്നത്? കല നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ അത് നമ്മിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് കല എന്നതാണ് കലയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. കലയുടെ ഏറ്റവും വലിയ വിമോചന ശേഷി അത് പുറത്തു നടക്കുന്ന ഒരു സമരത്തോട്, വിമോചനപരമായ ഒരു സമരത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നു എന്നതോ അതിലെ ആശയങ്ങളെ നമ്മിലേക്ക് കൊണ്ടുവരുന്നു എന്നതോ മാത്രമല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ അതൊരു കുറഞ്ഞ കാര്യമാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും സാമൂഹികമായി ഉയർന്നു വരുന്ന വിമോചന മൂല്യങ്ങളെ കല ഏറ്റെടുക്കുകയും ചിലപ്പോൾ പ്രചരണപരമായി, ചിലപ്പോൾ വളരെ അനുഭൂതിനിഷ്ഠമായി അത്തരം മൂല്യങ്ങളെ നമുക്ക് പകർന്നു തരികയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും കലയ്ക്ക് അത്തരം ദൗത്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും അതുണ്ടാകും. പക്ഷെ ഇതല്ലാതെയും കലയിലൊരു വിമോചക ധർമ്മം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കല നമ്മിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് എന്നതാണ്. അതായത് നമ്മളൊക്കെ മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ ഉണ്മയുടെ ഒരു പരിമിതി, നാം ഒക്കെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് പരിമിതമായ ജീവിതം ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരാണ്. ഏതെങ്കിലും ഒരു ദേശത്ത് ജനിക്കുക, ആ ദേശവുമായി ബന്ധപ്പെട്ട ഭൂപ്രദേശങ്ങളിൽ 60, 70, 80 കൊല്ലമൊക്കെ ജീവിച്ച് ആ മരണത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് മനുഷ്യവംശത്തിന്റെ സഹജ പ്രകൃതം. അതുകൊണ്ട് മനുഷ്യവംശത്തിൽപ്പെട്ട ഓരോ വ്യക്തിയും വാസ്തവത്തിൽ അനുഭവപരമായി പരിമിത ലോകങ്ങളിൽ കഴിയുന്നവരാണ്. നമുക്കൊക്കെ നമ്മുടെ അനുഭവങ്ങളേ ഉള്ളൂ. വൈലോപ്പിള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ. ഇനി ചിന്തിച്ചത് വലിയ വട്ടത്തിലാണെങ്കിലും ഇത്തിരി വട്ടമേ കാണാനും അനുഭവിക്കാനും കഴിയൂ എന്നത് മനുഷ്യാവസ്ഥയുടെ ഒരു സഹജ പ്രകൃതമാണ്. അതാണ് നമ്മൾ എന്ന് നാം ഓരോരുത്തരും സ്വയം കാണുന്ന ഈ കർത്തൃസ്ഥാനം. ഈ കർത്തൃസ്ഥാനത്തിനപ്പുറത്തേക്ക് മനുഷ്യന് കടന്നു നിൽക്കാൻ ഒരിടമുള്ളത്, അഥവാ തൻ്റേതല്ലാത്ത ഒരു അനുഭവത്തിൽ പങ്കുചേരാൻ ഒരാൾക്കൊരു ഇടം കൈവരുന്നത് വാസ്തവത്തിൽ കലയിലാണ്. കല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടേതല്ലാത്തൊരു അനുഭവ ലോകത്തിലേക്ക് ചേർന്ന് നിൽക്കാനും ആ അനുഭവ ലോകത്തിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ വൈരുദ്ധ്യങ്ങളിലൂടെ സംഘർഷങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാനും അതിലൂടെ നമ്മെ തന്നെ തുറസ്സുള്ളവരാക്കി മാറ്റാനും കല ശ്രമിക്കുന്നു എന്നതാണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ഞാൻ നേരത്തെ നീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ആശയം, എന്നിൽ നിന്ന് ഞാനല്ലാത്തതിലേക്കുള്ള ഒരു സംക്രമണ സാധ്യത, നമ്മിൽ നിന്ന് നാം അല്ലാത്തവരിലേക്കുള്ള ഒരു തുറസ്, നമ്മുടെ ജീവിതത്തിൽ നാം അല്ലാത്തവരുടെ ജീവിതം കൂടി ജീവിക്കാനുള്ള ഒരു സാധ്യത, ഇത് കല തരുന്ന വലിയൊരു വാഗ്ദാനമാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം അല്ലാത്തവരുടെ ജീവിതം കൂടി ജീവിക്കുകയും അനുഭവത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ച് നാം ഉണ്ടാക്കുന്ന ബോധ്യങ്ങളെ അവയെ ഉപയോഗിച്ച് തിരുത്താൻ കഴിയുകയും ചെയ്യുന്നതോടെ കല വലിയ നവീകരണക്ഷമതയുള്ള, കല വലിയ വിമോചനശേഷിയുള്ള ഒന്നായി തീരും. ഇത് രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, മനുഷ്യവംശത്തിൻ്റെ അനുഭവപരമായ അനന്തതയിലേക്ക് നമ്മെ അത് കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മെ എന്താ പറയുക, ഗണിതശാസ്ത്രത്തെക്കുറിച്ച് സമീപകാലത്ത് വന്നൊരു പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ശീർഷകം പാസേജ് ടു ഇൻഫിനിറ്റി എന്നാണ്. അനന്തതയിലേക്കുള്ളൊരു നടപ്പാതയാണ്. വാസ്തവത്തിൽ മനുഷ്യവംശാനുഭവത്തിൻ്റെ അനന്തതയിലേക്കുള്ള ഒരു നടപ്പാത പോലെ നമ്മുടെ മുമ്പിൽ കല നിലനിൽക്കുന്നു എന്നതാണ് കലയുടെ ഒരു സാധ്യത. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കപ്പുറത്തേക്ക് താത്വികമായിട്ട് കൊണ്ടുപോവുകയല്ല. താത്വികമായി കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. മനുഷ്യവംശം, സാഹോദര്യം എന്നൊക്കെ നമുക്ക് അമൂർത്തമായി പറയാനും അമൂർത്തമായി പ്രസംഗിക്കാനും താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അനുഭവ മൂല്യം അവയ്ക്കുണ്ടോ എന്നത് മറ്റൊരു കാര്യമാണ്. ഈ അനുഭവ മൂല്യം ഇല്ലാതായിത്തീരുന്ന അറിവ് വാസ്തവത്തിൽ അത്ര പ്രധാനമാണോ എന്ന ചോദ്യം ആധുനികതയോടുള്ള വിമർശനം എന്ന നിലയിൽ ഇന്ന് ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നതിനെ
പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു കൊഗ്നീഷൻ കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊരു ചോദ്യം. ഒരുപക്ഷെ അംബേദ്കർ അവസാന ഘട്ടത്തിൽ ഉന്നയിക്കുന്ന മതത്തെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഈ ഒരു അംശമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഫ്രറ്റേണിറ്റി എന്ന വാക്ക് പോരാ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ദ വേർഡ് ഫ്രറ്റേണിറ്റി ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയം സ്വീകരിച്ചത് പോലും ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല എന്ന് മുൻപൊരിടത്ത് പറയുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല, ബുദ്ധനിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു. 56 മരണത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ അവസാനത്തെ പ്രധാന പ്രബന്ധത്തിലെ ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയമല്ല വേണ്ടതെന്നും മറിച്ച് മൈത്രി എന്ന ആശയമാണ് വേണ്ടത് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫ്രറ്റേണിറ്റിക്ക് പകരം മൈത്രി എന്ന ആശയത്തിലേക്ക് അംബേദ്കർ നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അതിനുള്ള ഉത്തരവും അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഭാഷണത്തിൽ വേണമെങ്കിൽ കാണാൻ കഴിയും. 1956 മാർച്ചിൽ ആഗ്രയിൽ നടത്തുന്ന പ്രസംഗത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് എന്ന് പറയും. മതമില്ലാതെ നമ്മുടെ സമരം വിജയിക്കില്ല, അതിജീവിക്കില്ല എന്ന് അംബേദ്കർ പറയും. അവിടെ മതം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ 4-5 ഘടകങ്ങളിലെ ആദ്യത്തെ 4 ഘടകങ്ങളെയുമല്ല. അതായത് അതിൻ്റെ ആചാരപരതയെയോ അനുഷ്ഠാന രൂപങ്ങളെയോ പൗരോഹിത്യത്തെയോ ദൈവശാസ്ത്രത്തെ പോലുമോ അല്ല, മറിച്ച് അവയുടെ ഒരു നൈതികമായ ഉള്ളടക്കത്തെ, പ്രത്യേകിച്ചും ബുദ്ധമതം മുമ്പോട്ട് വയ്ക്കുന്ന നൈതികമായ ഉള്ളടക്കത്തെ, ആ നൈതികമായ ഉള്ളടക്കത്തെ, മൈത്രി എന്ന ആശയത്തെ അദ്ദേഹത്തിൻ്റെ അവസാന പ്രബന്ധത്തിൽ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്നിടത്ത് അദ്ദേഹം വിശദീകരിക്കുന്നതും അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ മൈത്രിയിലല്ലാതെ മറ്റെവിടെയാണ് നിങ്ങൾക്ക് സർവ്വചരാചരങ്ങളോടുമുള്ള സ്നേഹം, എല്ലാറ്റിനോടുമുള്ള തുറസ്, തനിക്ക് കൈവന്ന ആഹ്ലാദം അല്ലെങ്കിൽ തനിക്ക് കൈവന്ന അനുഭവം മറ്റെല്ലാവർക്കും കൈവരണമെന്ന സമർപ്പണ ബോധം, ആരോടുമുള്ള വെറുപ്പില്ലായ്മ എന്നിങ്ങനെ 4 ഘടകങ്ങളായിട്ട് മൈത്രി എന്ന ആശയത്തെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു അനുഭവം ഉണ്ടല്ലോ, അതായത് ആരോടുമുള്ള വെറുപ്പില്ലായ്മയായിട്ടും സാർവത്രികമായ തുറസായിട്ടും തൻ്റെ ആഹ്ലാദം മറ്റുള്ളവർക്കും കൈവരണമെന്ന സമർപ്പണ ബോധമായിട്ടും ഒപ്പം തന്നെ വെറുപ്പില്ലായ്മയായിട്ടും ഈ മൈത്രിയെ കാണുക എന്നത് എന്തുകൊണ്ടാണ് ഈ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എല്ലാം നേടിയ, അക്കാലത്ത് 2 ഡോക്ടറേറ്റുകൾ കരസ്ഥമാക്കിയ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പണ്ഡിതനായ നിയമവിദഗ്ധനായ അംബേദ്കറെ പോലെ ഒരാൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നതിൻ്റെ ഒരു കാരണം ഈ കേവലമായ കൊഗ്നീഷൻ, അഭിജ്ഞാനം എന്നത് അനുഭൂതിപരമാകുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ അത് അർത്ഥശൂന്യമായി തീരും എന്നതാണ്. അതുകൊണ്ടാണ് അദ്വൈതത്തെ അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം എന്ന് താത്വികമായി പറഞ്ഞ കാര്യത്തെ മറ്റൊരു നിലയിൽ ഗുരു പറയുന്ന സമയത്ത് അനുകമ്പ എന്നായിത്തീരുന്നത്. കാരണം ആദിമമായ ആത്മരൂപം എന്നത് വാസ്തവത്തിൽ താത്വികമായ ഒരു ഏകതാഭാവമാണെങ്കിൽ തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് എത്തിച്ചേരുന്ന അനുഭൂതിയുടെ ഒരു മണ്ഡലത്തെയാണ് വാസ്തവത്തിൽ അനുകമ്പ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ അനുഭവനിഷ്ഠമാവുക എന്നത് പ്രധാനമായി തീരുന്നു. അനുഭവനിഷ്ഠമാകാത്തിടത്തോളം കാലം വാസ്തവത്തിൽ സാർവലൗകികതയെക്കുറിച്ചോ ഏകതയെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മുടെ ബോധ്യങ്ങൾക്ക് വാസ്തവത്തിൽ അമൂർത്തമായൊരു പ്രതലത്തിനപ്പുറം പ്രവർത്തനശേഷി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. കലയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയ ഒരു നിരീക്ഷണം മാർക്സ് ഒരു സ്ഥലത്ത് നടത്തുന്നുണ്ട്. കലയുടെ ഒരു ഡയലക്റ്റിക്കിനെ ആഴത്തിൽ തൊട്ടുകൊണ്ട് മാർക്സ് എഴുതുന്ന ഒരു വാക്യം, ആർട്ട് ഈസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫെഷൻ ആൻഡ് ദി മോർട്ടൽ മൂവ്മെന്റ് ഓഫ് ഇറ്റ്സ് ടൈം എന്ന് പറയും. കല എന്നത് ഒരേ സമയം രഹസ്യമയമായ ഒരു കുംഭസാരവും ആ കാലത്തിൻ്റെ അനശ്വരഗതിയുടെ ആവിഷ്കാരവുമാണ് എന്ന് പറയും. ഈ 2 ഘടകങ്ങളുണ്ട്. ഒരു കാലത്തിൻ്റെ അനശ്വരഗതിയുടെ ആവിഷ്കാരം, ഒരു കാലത്തിൻ്റെ ഗതിയെ പ്രകാശിപ്പിക്കുക, പക്ഷേ രഹസ്യമയമായ ഒരു കുംഭസാരം പോലെ അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്ന, അങ്ങേയറ്റം തൻ്റേതു മാത്രമായ ഒരു അനുഭവമൂല്യം അതിനുണ്ടാവുകയും ചെയ്യുക. ഇങ്ങനെ ഒരു ഭാഗത്ത് സാർവലൗകികം എന്ന് വിളിക്കാവുന്ന ഒരു കാലത്തിൻ്റെ ഗതിയെ ഉൾക്കൊണ്ട് നിൽക്കുക, മറുഭാഗത്ത് ആ കാലഗതിയെ അങ്ങേയറ്റം ആഴമുള്ള ഒരു അനുഭവമൂല്യമാക്കി മാറ്റുക. ഇങ്ങനെ സാർവത്രികതയുടെയും സവിശേഷതയുടെയും അനന്യമായ ഒരു സംയോജന ബിന്ദുവാണ് കല എന്നിടത്താണ് മാർക്സ് കലയെ കൊണ്ട് ചെന്ന് കെട്ടുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതായത് സാഹോദര്യം എന്ന്
പോകുന്നത് താത്വികമായ ഒരു സമ്മർദ്ദമായിട്ടല്ല, അനുഭവമൂല്യമായി തീരുക എന്നിടത്താണ് വാസ്തവത്തിൽ കലയുടെ വലിയ വാഗ്ദാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ വിക്ടർ ഹ്യൂഗോന്റെ പാവങ്ങളിൽ ജിൻവാൽജീൻ വെള്ളിക്കാലികൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ വെള്ളിക്കാലികൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ജിൻവാൽജീൻ്റെ പക്കൽ നിന്ന് അത് കണ്ടെടുത്ത് പോലീസ് ഓഫീസർ അയാളെയും കൂട്ടി ഡിയിലെ മെത്രാൻ്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം മെത്രാനോട് ഇദ്ദേഹം പറയും, പോലീസ് ഓഫീസർ പറയുന്നത് നിങ്ങളുടെ വെള്ളിക്കാലികളാണ്, ഇയാൾ മോഷ്ടിച്ചതാണ്. അപ്പം മെത്രാൻ പറയും അത് മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ് എന്ന് പറയും. അപ്പം മെത്രാനോട് പോലീസ് ഓഫീസർ വളരെ ആശ്ചര്യത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇയാളെ അറിയാമോ എന്ന് ചോദിക്കും. ഇപ്പം മെത്രാൻ അറിയാം എന്ന് പറയുന്നു. ആരാണ് ഇയാൾ എന്ന പോലീസ് ഓഫീസറുടെ ചോദ്യത്തിന് മെത്രാൻ്റെ ഉത്തരം വളരെ പ്രസിദ്ധമാണ്, എൻ്റെ സഹോദരൻ എന്ന്. പിന്നാലെ വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ള ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധ പുരുഷന്മാരുടെ ഇരിപ്പിടങ്ങൾക്കരികെ ആ മെത്രാനു വേണ്ടി കൂടിയും ഒരു ഇരിപ്പിടം ഒരുങ്ങി എന്നാണ്. ഇതൊരു നുണ പറഞ്ഞിട്ടാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. വാസ്തവത്തിൽ സ്വർഗത്തിലെ വിശുദ്ധ പുരുഷന്മാർക്കൊപ്പം മെത്രാനു വേണ്ടി, ഡിയിലെ മെത്രാനു വേണ്ടി ഒരു വിശുദ്ധന്റെ പീഠം ഒരുങ്ങുന്നത് അയാൾ പറഞ്ഞ ഒരു നുണയുടെ പേരിലാണ്. ഇതാണ് കല നൽകുന്ന വലിയ ഒരു വിമോചന മൂല്യം എന്ന് പറയുന്നത്. ഒരു നുണയ്ക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാ സത്യങ്ങളെക്കാളും വിലയുണ്ട് എന്ന് വരികയും, ഒരു നുണയാണ് 19-ാം നൂറ്റാണ്ടിൽ പറയപ്പെട്ട ഏറ്റവും ധാർമ്മിക ബലമുള്ള വാക്യം എന്ന് വരികയും ചെയ്യുന്നിടത്താണ് കല എന്നത് യാഥാർത്ഥ്യത്തിന്റെ സൂക്ഷ്മതലത്തെ പ്രകാശിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു നുണ ഒരു ധാർമ്മിക പ്രസ്താവനയാണ് എന്ന് താത്വികമായി സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ കലയ്ക്കത് കഴിയും. കലയ്ക്കത് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിൽ ഇത്തരം ആഴമേറിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നതാണ്. അതുകൂടിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കലയുടെ വലിയൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ അത് വൈരുദ്ധ്യങ്ങളിലേക്ക് തുറന്നിരിക്കുന്നു. വൈരുദ്ധ്യങ്ങളെ തേച്ചു മാച്ചു കളയാനോ മറച്ചു പിടിക്കാനോ സിദ്ധാന്തഭദ്രമായി ജീവിതത്തെ ആവിഷ്കരിക്കാനോ ശരിയുടെ ഏകമുഖം മാത്രം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനോ കല ശ്രമിക്കുന്നില്ല എന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തോളം വിലപിടിച്ച ഒന്നായിട്ട് കല മാറിത്തീരുന്നത്. ഈ രണ്ട് തലങ്ങളിലാണ് വാസ്തവത്തിൽ കല വിമോചക മൂല്യമുള്ളതായി തീരുന്നത്. ഇവിടെ രണ്ടിടത്തും നാം വിമോചനത്തിന്റെ വഴിയിൽ എത്തിച്ചേരുന്നത് വാസ്തവത്തിൽ നമ്മിൽ നിന്ന് നാം അല്ലാത്തതിലേക്ക്. ഇപ്പൊ നമുക്കൊരു സ്നേഹാനുഭവമുണ്ട്, മറ്റൊരാൾക്ക് സ്നേഹാനുഭവമുണ്ട്. ഈ സ്നേഹാനുഭവം നമ്മൾ അറിഞ്ഞതിൻ്റെ നേർ വിപരീതമായി തീരും എന്നതാണ് ഈ സ്നേഹാനുഭവത്തിന്റെ ഒരു പ്രശ്നം. ഈ വിപരീതത്തെ കൂടി നമ്മുടെ സ്നേഹാനുഭവത്തോട് ചേർത്ത് വെക്കുന്നതോടെ വാസ്തവത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ അതിരുകൾ വലുതാവുക പതുക്കെ തുടങ്ങി. അങ്ങനെ കല നിങ്ങളുടെ അനുഭവത്തിന്റെ അതിരുകളെ നിങ്ങളുടേതല്ലാത്ത മനുഷ്യവംശാനുഭവത്തോട് ചേർത്ത് വച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുകയും ഒരുപക്ഷെ അന്തിമമായ ഒരു മോചനത്തിന്റെ ചക്രവാളം നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും എത്തിപ്പിടിക്കാൻ ബാക്കി നിൽക്കുകയും ചെയ്യുമെന്നത് കലയുടെ ഒരു വിമോചന ശേഷിയാണ്. അതുകൊണ്ട് കൺസേൺ ഫോർ ദ അതർ, അപരത്തെക്കുറിച്ചുള്ള കരുതലാണ് നീതിയുടെ അടിസ്ഥാന തലമെങ്കിൽ ആ അപരത്തെക്കുറിച്ചുള്ള കരുതലിനെ നമുക്ക് ദൈവഭാവനയുടെ കേന്ദ്രമാക്കാം. ആ അപരത്തെക്കുറിച്ചുള്ള കരുതലോ അപരവുമായുള്ള അനുഭൂതിപരമായ ഒത്തുചേരലോ ആണ് കലയുടെ ആധാരം എന്നും മനസ്സിലാക്കിയാൽ കലയും ദൈവവും വാഗ്ദാനം ചെയ്യുന്ന അന്തിമ മൂല്യം ഒരുപക്ഷെ നീതി എന്ന പൊതുതത്വമാണ് എന്ന് വരാം. ഇങ്ങനെയാണ് കല ഒരുപക്ഷെ അതിൻ്റെ പ്രത്യക്ഷമായ മുദ്രാവാക്യങ്ങളിൽ നിന്നോ സന്ദേശങ്ങളിൽ നിന്നോ നീതി എന്ന ആശയത്തിലേക്ക്, വിമോചനം എന്ന ആശയത്തിലേക്ക് കടന്നു നിൽക്കുന്നത്. ആ കടന്നു നിൽപ്പിൽ വാസ്തവത്തിൽ മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന അതിൻ്റെ നൈതിക മൂല്യങ്ങളോട് സംവദിക്കാനുള്ള, ആ നൈതിക മൂല്യങ്ങളെ മതാനുഭവമാക്കി ഉയർത്താനുള്ള, ഒരുപക്ഷെ ദൈവത്തെ സ്നേഹരൂപമായിട്ടോ കാരുണ്യരൂപമായിട്ടോ ഒക്കെ കാണാനുള്ള ഒരു സാധ്യതയെ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ മൈത്രി എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ചണ്ടാലഭിഷിയിലെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട് മൈത്രി എന്ന ആശയത്തെക്കുറിച്ച്. അന്ന് അംബേദ്കർ മൈത്രിയെക്കുറിച്ച് എഴുതിയിട്ടില്ല. 1924-ൽ 23-ലും 22-ലും 23-ലും മൈത്രി എന്നുള്ള ആശയം അംബേദ്കറുടെ വിചാരത്തിന്റെ കേന്ദ്രത്തിലില്ല. പക്ഷെ ആശാൻ അന്നേ മൈത്രിയെക്കുറിച്ച് എഴുതുകയും മൈത്രി എന്ന ആശയത്തെ ഞാൻ ഈ പറഞ്ഞ അനുഭവ മൂല്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അമ്മ തൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി നമ്മോടതോതുന്നു രാജൻ എന്ന് ബുദ്ധൻ രാജാവിനോട് പറയും. എന്താണ് മൈത്രി? ചോരയെ മുലപ്പാലാക്കി മാറ്റുന്ന ഒന്നാണ് മൈത്രി എന്നതാണ്.
അത് വളരെ ശാരീരികമായ ഒന്നാണ്, അത് വളരെ മൂർത്തമായ ഒന്നാണ്, അനുഭവനിഷ്ഠമായ ഒന്നാണ്. അതല്ലാതെ അത് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവം എന്ന അമൂർത്തമായ ഒരു ധ്യാനാത്മക കൽപ്പനയല്ല. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങും ചെഞ്ചോരയെ തന്നെ, ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കുന്ന മൈത്രി എന്നത്. ഈ മൈത്രി ഭാവം എന്ന് പറയുന്നത് മനുഷ്യവംശത്തോളം വലുതായി തീരാൻ ഉള്ള ഒരു സാധ്യതയെ കല നിലനിർത്തുന്നു എന്നതാണ് കലയുടെ ഒരു നൈതികാനന്ദം എന്ന് പറയുന്നത്. കലയുടെ ആനന്ദം കേവല ആനന്ദമല്ല, കലയുടെ ആനന്ദം നൈതികാനന്ദമാണ്. ഒരു എത്തിക്കൽ പ്ലഷറാണ് കലയുടേത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഈ എത്തിക്കൽ പ്ലഷറിലേക്ക് കലയിലൂടെ മാത്രമൊന്നുമല്ല വരാൻ പറ്റുക. ഒരുപക്ഷെ സമുന്നതമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്തിമമായ താല്പര്യം ഈ എത്തിക്കൽ പ്ലഷറാണെന്ന് പറയാം. ഗാന്ധിയെക്കുറിച്ച് ഇ എം ഫോസ്റ്റർ പറയുന്നുണ്ട്, അദ്ദേഹം സ്വയം ഒരു കലാകാരനായിരുന്നില്ലെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ കലാകാരന്മാരോടൊപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗാന്ധി സ്വയം വരയ്ക്കുകയോ പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കല എത്തിച്ചേരാൻ സാധ്യതയുള്ള അവസാനത്തെ ലക്ഷ്യത്തെ ഗാന്ധി തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് ഇ എം ഫോസ്റ്ററെ പോലെ ഒരാൾ പറയുന്നത് ഈ പറയുന്ന പോയിന്റിലാണ്. എത്തിക്കൽ പ്രഷർ എന്ന് പറയും. എസ്തെറ്റിക് എന്ന് പറയുന്നതിനെ ഒരു എത്തിക്കൽ പ്രഷറാക്കി മാറ്റാനുള്ള സാധ്യത കല നിലത്തുന്നുണ്ട്. എല്ലാ കലയും അത് നിറവേറ്റുന്നുണ്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ കലയുടെ ഒരു സാധ്യത അതാണ്. ആ സാധ്യതയിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവഭാവനയ്ക്കും കഴിയുമെന്നിടത്താണ് ഒരുപക്ഷെ എസ്തെറ്റിക് എന്ന് പറയുന്നത് ഈ പറയുന്ന അംശത്തിലേക്ക് എത്തുകയും ക്രിസ്തു സദൃശമായ സ്നേഹം മനുഷ്യർക്കിടയിൽ സാധ്യമാകുമോ എന്ന് ആരാഞ്ഞു നോക്കാനായിട്ട് മനുഷ്യവംശം കണ്ട എക്കാലത്തെയും വലിയ നോവലിസ്റ്റ് ഒരു നോവൽ എഴുതി നോക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കലയുടെ ആനന്ദം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നീതി എന്ന അടിസ്ഥാന സങ്കല്പവുമായി ആഴത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കൊണ്ടുകൂടിയാണ് കല മനുഷ്യവംശത്തിന് അനിവാര്യമായി തീരുന്നത്. കല നമ്മുടെ സ്വകാര്യമായ ഒരു ആസ്വാദനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കേവല വിഭവമായിട്ടല്ല നിലനിൽക്കുന്നത്, മറിച്ച് മനുഷ്യവംശ സാഹോദര്യത്തിലേക്കുള്ള അവസാനമില്ലാത്തൊരു ക്ഷണപത്രത്തിൻ്റെ പേര് കൂടിയാണ് കല എന്നത്. നെസസിറ്റി ഓഫ് ആർട്ട് എന്ന് ഏണസ്റ്റ് ഫിഷർ എഴുതുന്നത് ആ അർത്ഥത്തിലാണ്. അല്ലാതെ നിങ്ങൾക്ക് വൈകുന്നേരം പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുമല്ലോ, നോവല് വായിക്കുമ്പോൾ ഒരു സന്തോഷം വരുമല്ലോ എന്ന ലഘുവായ അർത്ഥത്തിലല്ല. നോക്കൂ, മനുഷ്യവംശം നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. ആ മനുഷ്യവംശം നിങ്ങളെ വലയം ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് കൂടി കടന്നു നിൽക്കാൻ കഴിയും. ദാ ഈ കവിതയില്, ഈ നോവലില് എന്ന് ഒരു കലാവസ്തു നമ്മോട് പറയുന്നു. ഇതാണ് ഒരർത്ഥത്തിൽ കലയുടെ എസ്തെറ്റിക് പ്ലഷർ എന്ന് പറയുന്നത്, കലയിലെ എത്തിക്കൽ പ്രഷറായി മാറിത്തീരുന്നത്. ഈ എത്തിക്കൽ പ്രഷറിലേക്ക് നിങ്ങൾക്ക് ദൈവത്തെ കൊണ്ടുപോകാം, നിങ്ങൾക്ക് രാഷ്ട്രീയ ജീവിതത്തെ കൊണ്ടുപോകാം. അങ്ങനെ നോക്കിയാൽ ഉന്നതമായ കലയുടെയും ഉന്നതമായ ദൈവഭാവനയുടെയും ഉന്നതമായ രാഷ്ട്രീയത്തിൻ്റെയും അന്തിമമായ ലക്ഷ്യസ്ഥാനം, ഒരുപക്ഷെ ഏറ്റവും വിദൂരസ്ഥമായ ലക്ഷ്യസ്ഥാനം നീതി എന്ന ആശയമാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യാം. ദൈവത്തെക്കുറിച്ച് സമീപകാലത്ത് കൽപ്പറ്റ മാഷ് എഴുതിയ ഒരു കവിതയിൽ ഈ ആശയം വേറൊരു നിലയിൽ വരുന്നുണ്ട്. 2 വരിയുള്ള ഒരു കവിതയിൽ മാഷ് എഴുതുന്നു, വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ എന്ന്. ഇത് ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന വഴിയാണ്. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ എന്നൊരു ചോദ്യം. ഇത് കലയുടെ ഒരു സാധ്യത കൂടിയാണ്. ഈ കൈത്താങ്ങായി മാറാനായിട്ട് നിങ്ങളെ കല പ്രേരിപ്പിക്കുക കൂടി ചെയ്യും. അതുകൊണ്ടാണ് ഒരു പ്രാഗ്മാറ്റിക്കായ ഒരു യുക്തിയിലല്ല, മറിച്ച് എസ്തെറ്റിക്കായ ഒരു യുക്തിയിലാണ്, വിശാലാർത്ഥത്തിൽ എത്തിക്കലായ ഒരു യുക്തിയിലാണ് കലയെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും അങ്ങനെ പുതിയ ആശയങ്ങളല്ല. പക്ഷേ വാഗ്ബിടാനന്ദം എന്നത് വാസ്തവത്തിൽ ഇങ്ങനെ, വാക്കിൻ്റെ ഒരു ആനന്ദം എന്നത് ഇങ്ങനെയുള്ള ഒരു നൈതികാംശത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ഒരു സാധ്യത നമ്മുടെ ആലോചനയിൽ വേണം. കലയെ തന്നെ അതിൻ്റെ വളരെ ഇമ്മീഡിയറ്റായ പരിസരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ മനുഷ്യന് കൈവരാവുന്ന ഏറ്റവും വിപുലമായ ഒരു ജീവിതാവബോധത്തിൻ്റെ തലം എന്ന നിലയിലേക്ക് കലയെ ഉയർത്തിക്കൊണ്ടുപോകാനും കല നൽകുന്ന ആനന്ദത്തെ ഉൾക്കൊള്ളാനുമൊക്കെ അത് വഴിവെച്ച് തന്നേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കൂടി നമുക്ക്
കലയെ മനസ്സിലാക്കാനുള്ള ഒരു പ്രേരണ ഒരുപക്ഷെ ഈ വാക്കിൻ്റെ ആനന്ദം എന്ന് പറയുന്നതിൽ. വാസ്തവത്തിൽ കവിതയിൽ പ്രവർത്തിക്കുന്ന വാക്ക് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വാക്കിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അനുഭവ മൂല്യങ്ങളെ വാക്ക് തന്നെ തിരിച്ചു പിടിക്കുന്ന ഒരു സ്ഥലമാണ് കവിത എന്ന് പറയാം. കാരണം വാക്കിലെ ഏതു വാക്കും അതിൻ്റെ സാമാന്യത്തെയാണല്ലോ സൂചിപ്പിക്കുക, അതിൻ്റെ സവിശേഷതയല്ല. ഒരു ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലയ്ക്കും അതാതിൻ്റെ സവിശേഷതയുണ്ട്, പക്ഷേ ഇല എന്ന വാക്കിൽ അതില്ല. അങ്ങനെ വരുമ്പോൾ ആ ഇലയിൽ നിന്ന് പിൻവാങ്ങിയ അനുഭവ മൂല്യത്തെ, ഇലയെന്ന വാക്കിൽ നിന്ന് പിൻവാങ്ങിയ അനുഭവ മൂല്യത്തെ വാക്കുകൊണ്ട് തന്നെ മനുഷ്യർ തിരിച്ചു പിടിക്കുന്നതാണ് കല എന്ന് വേണമെങ്കിൽ പറയാം, കവിത എന്ന് പറയാം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അനന്യതയെയാണ് അവിടെ വാക്ക് തിരിച്ചു പിടിക്കുന്നത്. അനന്യതയെ കണ്ടെത്തലാണ്, അനന്യതയെ അംഗീകരിക്കലാണ് നീതി എന്ന് പറയുന്നത്. എന്നെപ്പോലെ എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല നിങ്ങളെന്നും, നിങ്ങൾ ഡിഫറൻ്റ് ആണ് എന്നും, ആ വ്യത്യസ്തതയിൽ അനന്യതയിലാണ് നിങ്ങൾ നിലനിൽക്കുന്നതെന്നും, ഈ അനന്യതയെ ആദരിക്കലാണ് ജനാധിപത്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാഷിസ്റ്റുകൾ ചെയ്യുന്നത് അനന്യത ആവശ്യമില്ല, ഏകമാനത എന്നാണ്. ഇന്ന് ഇന്ത്യയിൽ കേൾക്കുന്ന വാക്കതാണല്ലോ. ഒരു രാജ്യമാണ്, ഒരു ഭാഷയാണ്, ഒരു സംസ്കാരമാണ്, ഒരു മതമാണ്, ഒരു ജീവിതമാണ്, പോയി ഒരു വളം മതി എന്ന് വരെ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാ വളത്തിനും കൂടി ഒരു പേരായിട്ടുണ്ട്. അങ്ങനെ വളം തന്നെ കൺഫ്യൂസായി പോകുന്ന ഒരു സ്ഥിതിയിലെത്തുന്നു. ഈ ഒന്നിൽ നിന്ന് പലതിലേക്കുള്ളൊരു തുറസാണ് വാക്കെന്താണ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഒരു വാഴക്കൊല കാണുന്നു. ആ വാഴക്കൊല കാണുമ്പോൾ നമ്പ്യാർക്ക് അത് പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ച് ചേർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ച ദിക്ക് എന്ന് തോന്നുകയും അത് ഒരു ദീപ്തമായ കാഴ്ചയായി തീരുകയും ചെയ്യുന്നു. ഇതേ വാഴക്കൊല പിന്നീട് ചങ്ങമ്പുഴ കാണുകയും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ എന്നൊരു ചോദ്യമായിട്ട് മാറുകയും ചെയ്യുന്നു. ആകാശത്ത് വെളുത്ത മേഘങ്ങൾ പാറിക്കളിക്കുന്നു. കാളിദാസൻ അത് ഐരാവതങ്ങൾ കൊമ്പുകുത്തി കളിക്കുകയാണോ എന്ന് മേഘസന്ദേശത്തിൽ വപ്രക്രീഡാപരിണത ഗജപ്രേക്ഷണീയന്ത് ദർശ എന്നിങ്ങനെ ആലോചിക്കുകയും, വള്ളത്തോൾ ഇത് കണ്ടിട്ട് ആകാശത്തെ ഖദറിന്റെ കൊടികൾ പാറിക്കളിക്കുകയാണോ എന്ന് വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു മേഘം എന്നത് മേഘം എന്ന സാമാന്യമായിട്ടല്ല, മേഘമെന്ന അനുഭവമായിട്ട് മാറുന്നു എന്നതാണ് കലയുടെ വാഗ്ദാനം. മേഘത്തെ ഒരു കേവല മേഘമായാൽ അത് അർത്ഥശൂന്യമായ അമൂർത്തമായ ഒരു വാക്കാണ്. മറിച്ച് കൊമ്പുകുത്തി കളിക്കുന്ന ഐരാവതങ്ങൾ ഒരനുഭവമാണ്, പാറിക്കളിക്കുന്ന ഖദറിന്റെ കൂടി വേറൊരു അനുഭവമാണ്. ചരിത്രമുള്ള, ജീവിതമുള്ള, അപരമുള്ള, അനന്യമായ ഒരു അനുഭവമായി ഒരു വാക്ക് മാറിത്തീരുന്നു എന്നതാണ് കവിതയിലെത്തുന്ന വാക്കിന്റെ വിധി. അതുകൊണ്ട് വാക്കിൽ നിന്നൊഴിഞ്ഞുപോയ ജീവിതത്തെ, വാക്കിൽ നിന്നൊഴിഞ്ഞുപോയ അനുഭവ മൂല്യത്തെ, വാക്കിൽ നിന്നൊഴിഞ്ഞു പോയിട്ടുള്ള അനുഭൂതിയുടെ സാന്ദ്രമണ്ഡലങ്ങളെ വാക്ക് തിരിച്ചു പിടിക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ അനുഭവ ലോകത്തെ, അതിൻ്റെ അനന്യതകളെ ഭാഷ തിരിച്ചു പിടിക്കുന്ന സ്ഥലത്തെയാണ് സാഹിത്യമെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ അനന്യതയെ തിരിച്ചറിയലാണ് വാസ്തവത്തിൽ ഫാഷിസത്തിനെതിരായ മനുഷ്യവംശത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം. ഏകമാനതയ്ക്കെതിരെ, അടിച്ചേൽപ്പിക്കുന്ന ഹോമോജനിറ്റിക്കെതിരെ, ഏകാത്മകതയ്ക്കെതിരെ വ്യത്യസ്തതകളെ, വൈവിധ്യങ്ങളെ, അനന്യതകളെ വീണ്ടെടുക്കുക എന്നതാണ്. വാസ്തവത്തിൽ കലയ്ക്ക് അങ്ങനെ എത്രയോ വലിയ സാധ്യതകളുണ്ട് എന്നതുകൂടി ഉപയോഗപരത കൊടിയേറി നിൽക്കുന്ന പ്രയോജനമൂല്യത്തിന് മാത്രം വിലയുള്ള നമ്മുടെ കാലത്ത് കലയുടെ ഈ പ്രതിരോധ സാധ്യതയെ കൂടി അതിൻ്റെ ആനന്ദത്വമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ വാഗ്ഭടാനന്ദൻ പറഞ്ഞ അനീതിയോട് എതിർപ്പിൻ എന്നത് കലയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമായി തീരും എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും നമസ്കാരം.